പിന്നെ പോലീസ് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടത് ഈ അഴികളുടെ അപ്പുറത്തേക്ക് കാലുകൾ വലിച്ചു വെച്ച് അതിൽ കെട്ടിയിട്ട് അവർ മർദ്ദിച്ചു ഒരുപാട് രക്തം പോയിന്നും പോലീസ് ബയനറ്റോ കത്തിയോ എന്തോ അങ്ങനെ കുത്തിന്നൊക്കെ ഇതൊക്കെ അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അല്ലേ ചേച്ചി? ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല? ആ സമയത്തൊക്കെ വലിയ ക്ഷീണത്തോട് കൂടിയിട്ടല്ലേ ആൾ വരിക? പിന്നെ ഇതെന്റെ ഭാര്യയെ കഴിക്കുന്നതിന് മുൻപാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥകൾ. കല്യാണം കഴിച്ചത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ആ കത്തി കൊണ്ട് കുത്തിയിട്ടുള്ള പാടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ കുഴിയുണ്ട്, കാലിലുണ്ട്. പിന്നെ ബയനറ്റ് കുത്തി ഇറക്കുമ്പോൾ എന്തെങ്കിലും വേറെ ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് അറസ്റ്റ് അങ്ങനെ അത് ആവശ്യപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. EMS നമ്പൂതിരിപ്പാട്, KV പത്രോസ്, ഇതാണ് ഇവിടുത്തെ ഇപ്പുറം അതിൻ്റെ മോന. 46-ലാണ് ആ കുത്തിയത്. 46-ൽ ലോക്കപ്പിൻ്റെ പുറത്തേക്ക് കാല് രണ്ടും വലിച്ചിട്ടിട്ട് ചക്കരക്കയറുകൊണ്ട് കാല് പുറത്ത് കെട്ടി അപ്പുറവും ഇപ്പുറവും കെട്ടിയതിന് ശേഷം കാല് പിന്നെ തിരിച്ച് ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലാത്തികൾ വെച്ച് കയറുമായിട്ട് കെട്ടി വെച്ചിട്ടാണ് നല്ല ശൂരൽ പിടി കൊണ്ട് അടിക്കുകയാണ് ഓരോ പ്രാവശ്യം ചെയ്യുന്നത്. അടിക്കുമ്പോൾ അതിഭയങ്കരമായ വേദനയാണ് ഈ കാൽ വിളക്കി അവരടിക്കുന്നത്. 25 പ്രാവശ്യം ഏറ്റവും നിഷ്ഠുരമായിട്ട് അടിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന് ദേഷ്യം തോന്നി. അയാളുടെ തോക്കിൽ ബയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് കൂർത്തിരിക്കുന്ന ആ ബയനറ്റിൻ്റെ ഭാഗം കൊണ്ട് കാല് വെള്ളക്കി. നല്ല സൗകര്യമാണല്ലോ, കട്ടി ഇട്ടിരിക്കുന്നില്ല കുറച്ച്. അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ നിലയിൽ ആ പാട്ടിൽ കൂടി രക്തം അങ്ങോട്ട് പ്രവഹിച്ച് ജയിൽ പിന്നെ മുറികളാകെ തന്നെ, അകത്തും പുറത്തുമുള്ള ജയിൽ മുറികളാകെ തന്നെ രക്തം കൊണ്ട് പിന്നെ വല്ലാതെ പിന്നെ അവിടെ നിറയുകയാണ് ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി, ബോധഹീനനായിപ്പോയി. ഉടനെ തന്നെ എടിയൻ നാരായണപിള്ള പറഞ്ഞു, അവൻ ചത്ത് കാണും, അവനെ കാട്ടിലൂടെ എങ്ങനെ കൊണ്ട് എറിഞ്ഞു പോര് എന്ന് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ സാറെ പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി സാറന്മാർക്ക് ഒരു സഹായ എന്നുള്ള നിലയിൽ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ 1042 കേസിലെ പ്രതിയായ കോലപ്പൻ, കള്ളൻ കോലപ്പൻ എന്നാണ് അയാളെ അറിയുന്നത്. കള്ളൻ കോലപ്പൻ പോക്കറ്റടിയും അതുപോലുള്ള നിരവധി കേസുകളിലെ പ്രതിയായിട്ട് ഓരോ ദിവസവും കേസിന് വിവിധ കോടതികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കോലപ്പനും കൂടെ സാറേ ഞാനും കൂടെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ലോക്കപ്പ് ജീപ്പിൽ കയറി കാടിൻ്റെ അടുത്ത് കൊണ്ടിരിക്കുമ്പോഴേക്ക് ഞാൻ മറ്റേ ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ കോലപ്പൻ പോലീസുകാരോട് പറഞ്ഞ്, ഏമാനെ ആള് മരിച്ചിട്ടില്ല, അനങ്ങുന്നുണ്ട്, നമുക്ക് പല ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതായിരുന്നു അന്നത്തെ.